ഹായ് വ്യൂവേഴ്സ്, ഇന്നത്തെ നമ്മുടെ വിഭവം തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു ടെസ്റ്റിമോണിയൽസ് ഉണ്ട്. ശ്രീജിത്ത് പി ഫ്രം ദുബായ് ട്രൈ ചെയ്തിരിക്കുന്നു നമ്മുടെ മലബാർ മട്ടൻ ബിരിയാണി. ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു, ഈ ഫോട്ടോ അയച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. താങ്ക്സ് എ ലോട്ട്. മലയാളം റെസിപ്പീസ്, സിമ്പിളിൻ്റെ പല റെസിപ്പീസ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യൂ, എനിക്ക് ഇമെയിൽ അയക്കൂ. ആൻഡ് ഈ ടെസ്റ്റിമോണിയൽ സെക്ഷനിൽ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇറച്ചിച്ചോറ്. ഇത് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതിൽ ഒരുപാട് സിമ്പിളാണ്. നമുക്ക് ബിരിയാണി കഴിക്കാനൊക്കെ കൊതി തോന്നുന്നുണ്ട്, പക്ഷെ അത്ര നേരം സ്പെൻഡ് ചെയ്യാനില്ല, കിച്ചണിൽ അത്ര നേരം നിൽക്കാൻ താല്പര്യമില്ല. അപ്പോഴത്തെ ദിവസങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഡിഷാണ്. നല്ല ബീഫോ മട്ടനോ വെച്ചിട്ടുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ബിരിയാണിയുടെ യാതൊരു ഹാസിലും ഇല്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ഉപയോഗിക്കുന്ന മെഷർമെൻറ്റ്സ് സ്റ്റാൻഡേർഡ് കപ്പ് ആൻഡ് ടേബിൾ സ്പൂൺ മെഷർമെൻറ്റ്സ് ആണ്. ഒരു കപ്പ് 240 ml ആണ്. അപ്പോൾ ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: 4 സവാള, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 8 മുതൽ 10 വരെയും വലിയ അല്ലിയുള്ള വെളുത്തുള്ളി, ചെറിയ പച്ചമുളക് ഒരു 8 എണ്ണം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. എനിക്ക് അധികം നേരം എൻ്റെ കിച്ചണിൽ നിന്ന് നിൽക്കാൻ താല്പര്യമില്ല പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ എൻ്റെ ഫുഡ് പ്രോസസ്സർ യൂസ് ചെയ്യണു. വേഗം തയ്യാറായി നമ്മുടെ ചോപ്ഡ് ഇൻഗ്രീഡിയൻസ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നല്ല ഫ്രഷ് 1 കിലോൻ്റെ മട്ടൻ അല്ലെങ്കിൽ ബീഫ്. ഇവിടെ ഞാൻ ബീഫാണ് ഉപയോഗിക്കുന്നത്, ബോൺലെസ് ആണ് ഉപയോഗിക്കുന്നത്. ഒരുവിധം തിരക്കിട്ടില്ലാത്ത പീസസ്, ഈ ബിരിയാണിക്കൊക്കെ പറ്റിയ സൈസ് പീസാക്കി കട്ട് ചെയ്തത്, അതൊരു പ്രഷർ കുക്കറിലേക്ക് ആഡ് ചെയ്തു. അതിനോടൊപ്പം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഇൻഗ്രീഡിയൻസും ചേർത്തു. പിന്നെ ഒരു 3 വലിയ ടൊമാറ്റോ, എൻ്റെ ടൊമാറ്റോസ് മീഡിയം സൈസ്ഡ് ആയതുകൊണ്ട് ഞാനൊരു 4 എണ്ണം ചേർക്കുന്നുണ്ട്. അതിനോടൊപ്പം നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വേപ്പിലയും 3 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടി വേണം. ഇനി നമ്മുടെ സ്പൈസസ് വേണം. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇതൊക്കെ കൂടി ചേർക്കണം. അതിനോടൊപ്പം ഒരു 3-4 ഗ്രാമ്പു, 3-4 ഏലക്കയൊന്ന് ചതച്ചത്, പിന്നെ ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ ഓയിൽ, ഈ സൺഫ്ലവർ ഓയിലോ റൈസ് ബ്രാൻ ഓയിലോ അങ്ങനത്തെ വല്ല ന്യൂട്രൽ ഫ്ലേവേർഡ് ഓയിൽ വല്ലതും ഉപയോഗിച്ചാൽ മതി. പിന്നെ ഉപ്പ് പാകത്തിന് ഞാനൊരു 1.5 ടീസ്പൂണാണ് ഇടുന്നത്. നമ്മൾ ആ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്, അത് ഒഴിവാക്കാതെ നോക്കുക. ഇതുകൊണ്ട് നല്ല രുചി ഉണ്ടാവും, നല്ല മണം ഉണ്ടാവും. പിന്നെ മീറ്റ് കുറച്ച് ടെൻഡർ ആവാനും ഹെൽപ്പ് ചെയ്യും. ഇതിപ്പോൾ ഞാൻ കൈവച്ച് നല്ലോണം തിരുമ്പാൻ പോവുകയാണ്. ഇത് നമ്മുടെ ടൊമാറ്റോ, സ്പൈസസ്, പിന്നെ ചോപ്പ് ചെയ്ത ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം ജ്യൂസും ഫ്ലേവറൊക്കെ കൂടി ഇറച്ചിയുമ്പോൾ നല്ലോണം പിടിക്കണം. ഒരു 20 മിനിറ്റ് ചുരുങ്ങിയത് മാറ്റി വെക്കണം, പ്രഷർ കുക്കറിൽ തന്നെ അടച്ചു വെച്ചിട്ട്. ഞാനിത് ഇവിടെ ഇപ്പോൾ ഒരു 45 മിനിറ്റ്സ് മാറ്റി വെച്ചു. ഇനി ഇത് പ്രഷർ കുക്ക് ചെയ്യാൻ പോവാണ്. 1-2 സ്റ്റീം വരെ നല്ല ചൂട് തീയിൽ തന്നെ കുക്ക് ചെയ്യാൻ പോവാണ്. ആദ്യത്തെ 1-2 സ്റ്റീമിൽ കേട്ടതിന് ശേഷം നമുക്ക് തീ കുറയ്ക്കാം. എന്നിട്ട് ബാക്കി കുക്കിംഗ് ഒരു 6 മുതൽ 8 വരെ സ്റ്റീം കുക്ക് ചെയ്യാം ഈ ബീഫിന് വേണ്ടി. അത് നിങ്ങളുടെ ഇറച്ചി അനുസരിച്ചിട്ട് മാറ്റമുണ്ടാവും. മട്ടനാണെങ്കിൽ കുറവുണ്ടാവും. നമ്മുടെ മീറ്റ് നല്ല ടെൻഡർ ആണ്, പക്ഷെ ഉടഞ്ഞൊന്നും പോകാൻ പാടില്ല, പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഇറച്ചി കുക്ക് ചെയ്യണ സമയത്ത് നമുക്ക് ഒരു 4 കപ്പ് ചോറ്, ഞാൻ ഉപയോഗിക്കുന്നത് ബസ്മതി അരിയാണ്, അത് കഴുകി ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഒന്നുകൂടി റിൻസ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ചല്ലാസാണ്. ഇത് സവാളയും വിനെഗറും ഇട്ട സാലഡാണ്. നമുക്ക് നമ്മുടെ തൈരിട്ട റൈത്തയും പ്രിപ്പയർ ചെയ്യാം, പക്ഷേ ഇത് ഒരു പ്രത്യേക നല്ല മാച്ചാണ് ഈ ഇറച്ചി ചോറിൻ്റെ കൂടെ. ഒരു 3 സവാള എടുത്ത് സ്ലൈസർ ഉപയോഗിച്ച് നല്ല തിന്നായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം വലിയ എരിവില്ലാത്ത ഈ വലിയ പച്ചമുളക് അരിഞ്ഞ് അതും കൂടി ചേർത്തിട്ടുണ്ട്. കുറച്ച് വേപ്പില, പിന്നെ ഒരു 6 ടേബിൾ സ്പൂൺ വിനെഗറും ഒരു 10 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിന് ഉപ്പ് ആവശ്യത്തിന് ഞാനൊരു 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. എന്നിട്ട് കൈവച്ചൊന്ന് തിരുമ്പിയിട്ട് ഇത് അടച്ച് മാറ്റി വെക്കണം. ഇത് ഇരിക്കും തോറും ഇതിൻ്റെ കളർ നല്ല റോസ് കളറാവും, നല്ല ടേസ്റ്റും കൂടും. നല്ല മാച്ചാണ് ഈ ഇറച്ചി ചോറിന്, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പം നമ്മുടെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട്, നല്ല മണമുണ്ട്. കണ്ണിലെ കുറച്ച് ചാറൊക്കെ അത്യാവശ്യമുണ്ട്. ഇനി നമ്മളൊരു ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണയും, അത് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ടുണ്ട്. അതിലേക്കൊരു ചെറിയ കഷ്ണം കറുകപ്പട്ട, 2-3 ഏലക്ക ഒന്ന് ചതച്ചതും 2-3 ഗ്രാമ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഒരു വലിയ സവാള അരിഞ്ഞത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനിയൊന്ന് വഴറ്റിയെടുക്കണം.
ഒരു മീഡിയം തീയിലിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കണം. ബ്രൗൺ കളർ ആവണം. ഇതിലേക്ക് 2 കൈ നിറയെ കാഷ്യൂ നട്ട്സ് ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. ഇതിൽ സവാള നന്നായി ബ്രൗൺ ആയി വരണം. ഇപ്പോൾ കാഷ്യൂ നട്ട്സും ചെറിയ ഗോൾഡൻ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മസാലയിൽ നിന്ന് ഇറച്ചി മാത്രം കോരിയിട്ട് ഇതിൽ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഒരുപാട് ചാറൊന്നും ബാക്കിയില്ല. അപ്പോൾ ഇതും കൂടി നമുക്ക് ചേർക്കാം. ഇനി അഥവാ ചാറ് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ അളന്നെടുക്കാൻ പോകുന്ന വെള്ളത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ആ ചാറും കൂടി ചേർക്കാം. അല്ലെങ്കിൽ ലിക്വിഡ് ക്വാണ്ടിറ്റി നമ്മുടെ അരിക്ക് കൂടുതലായി പോയാൽ വേവ് കൂടിപ്പോവും. അപ്പോൾ ഈ 4 കപ്പ് അരിക്ക് ഞാൻ ഒരു 7 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അതിനോടൊപ്പം ഉപ്പ് പാകത്തിന് 2 മുതൽ 3 ടീസ്പൂൺ വരെ ആവാം. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഇടുക. ആദ്യം 2 ടീസ്പൂൺ ഇട്ടിട്ട് നോക്കിയിട്ട് മതി പിന്നെയും ഇടൽ. അതുകൂടാതെ ഒരു ചെറുനാരങ്ങയുടെ നീര്, ഇതൊരു 2 ടീസ്പൂൺ. അതിൻ്റെ കൂടെ 3 ടേബിൾ സ്പൂൺ മല്ലിയിലയും 2 ടേബിൾ സ്പൂൺ വേപ്പിലയും കൂടി വേണം. ഏറ്റവും അവസാനം 1 ടീസ്പൂൺ നല്ല നാടൻ കറി മസാല. എൻ്റെ നാടൻ കറി മസാലയുടെ വീഡിയോയും കൂടി ഒന്ന് ചെക്ക് ചെയ്തോളൂ. ഒരു തിള വന്നതിന് ശേഷം നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും ഒരു തിള വന്നതിന് ശേഷം നമുക്കിത് മൂടി ചെറിയ തീയിൽ കുക്ക് ചെയ്യണം. അപ്പോൾ ഈ മൂടിയിൽ നിന്ന് സ്റ്റീം ഒന്നും എസ്കേപ്പ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഒരു എളുപ്പ വഴി, ഒരു തുണി നനച്ചിട്ട് ഇതുപോലെ മൂടിനെ പുതപ്പിച്ചിട്ട് എന്നിട്ട് ടൈറ്റായിട്ട് അങ്ങോട്ട് മൂടി വെക്കലാണ്. അപ്പോൾ ആ സ്റ്റീം അതിൽ തന്നെ നിന്നോളും. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി, വളരെ ചെറിയ തീയിൽ. ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ആദ്യം ഇളക്കരുത്, വെറുതെ തുറന്നൊന്ന് ചെക്ക് ചെയ്താൽ മതി. വെള്ളമില്ലേ, അടിയിൽ പിടിക്കണില്ലല്ലോ, ഒന്ന് സൈഡിൽ നിന്നൊന്ന് ചെക്ക് ചെയ്താൽ മതി. വെള്ളം മുഴുവൻ പോയതിന് ശേഷം പിന്നെ ഒട്ടും നേരം തന്നെ അടുപ്പത്ത് വെക്കരുത്, അടി പിടിക്കും. ഇത് ചെറിയ നനവ് കൂടുതൽ തോന്നുകയാണെങ്കിലും കുഴപ്പമില്ല, അത് അടച്ചു വെച്ചാൽ അത് മാറിക്കോളും കുറച്ച് നേരം കഴിയുമ്പോൾ. എല്ലാം കൂടി ഒത്തുചേർന്ന് നല്ല അടിപൊളി മണമാണ് ഇപ്പോൾ വരുന്നത്. കേട്ടാൽ കൊതിയാവും. ഇപ്പോൾ ഇത് ബിരിയാണി ഉണ്ടാക്കണം, ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ, നല്ല എളുപ്പമല്ലേ. ഇറച്ചിച്ചോറ് അടുത്ത പ്രാവശ്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്. നല്ല മട്ടനും ബീഫും ഒക്കെ വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എളുപ്പത്തിലുണ്ടാക്കുന്ന ഇറച്ചിച്ചോറ്. പിന്നെ സെർവ് ചെയ്യാൻ സമയത്ത് കുറേ മണിക്കൂർ ഇരുന്ന ചല്ലാസാണിത്. നല്ല പിങ്ക് കളറാണ്, ഇതിന് നല്ല മാച്ചാണ്. ഒരു ഇത്തിരി ചല്ലാസും പൊരിച്ച പപ്പടവും ഇത്തിരി മാങ്ങ അച്ചാറ്, പെർഫെക്റ്റ് കോമ്പിനേഷൻ. നിങ്ങൾക്ക് തൈര് വേണമെങ്കിൽ അതും കൂടി കൂട്ടാം. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.